ശ്രീ ആർ വി ബാബു, ശ്രീ സേനാപതി വേണുവും ഡോക്ടർ മോഹൻ വർഗീസും അതാണ് ഉന്നയിച്ചത്. ഇപ്പോൾ ഈ ഹിന്ദു സംഘടനകൾ വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുന്നതിലെ രാഷ്ട്രീയ അജണ്ട എന്താണ്? അതാണ് വിചിത്രമായി തോന്നുന്നത് എന്നുള്ള ഒരു സംശയം കൂടി അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. രോഹിണി, വെള്ളാപ്പള്ളി നടേശൻ്റെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ അഭിപ്രായങ്ങളെയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സംഘടനകളെല്ലാം ഹൈന്ദവ സംഘടനകൾ. ഇപ്പോൾ ശബരിമല വിഷയം വന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ കൂടെ ആയിരുന്നല്ലോ. നവോത്ഥാന മുന്നണി ഉണ്ടാക്കി നവോത്ഥാന മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വെള്ളാപ്പള്ളി SNDP യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശന് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ആ സംഘടന വച്ചു പുലർത്തുന്ന അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഹൈന്ദവ താല്പര്യത്തിനനുസൃതമായ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ താല്പര്യത്തിനനുസൃതമായ ഒരു അഭിപ്രായമായിട്ടൊന്നും ഞങ്ങൾ ഒരു കാലത്തും കണ്ടിട്ടില്ല. ഇപ്പോൾ SNDPക്ക് പോലെ NSSനും തനതായ അവരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് SNDP യോഗവും NSSും എടുത്തു. അതുകൊണ്ട് NSSൻ്റെയും SNDP യോഗത്തിൻ്റെയും അഭിപ്രായത്തെ ഞങ്ങളാരും അംഗീകരിക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നവരല്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിഷയങ്ങൾ അതിനപ്പുറം നമ്മൾ കാണുകയാണെന്നേ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സമുദായത്തിൻ്റെ ഐക്യം, ആ മുദ്രാവാക്യം ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരാളാണ്. അത് ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂരിപക്ഷ സമൂഹത്തിന് നേരിടുന്ന സാമൂഹ്യ അനീതിയെക്കുറിച്ച് ഈഴവ പിന്നോക്ക സമുദായത്തിൻ്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഭൂരിപക്ഷ സമൂഹം അടിച്ചമർത്തപ്പെടുന്നു, അവർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടെ നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഇപ്പോൾ നമുക്കറിയാം. സാമുദായിക സംഘടനാ നേതാക്കന്മാർ, കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാരും മിക്കവാറും പേര് രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ വിശ്വാസം വെച്ച് പുലർത്തുന്നവരോ ആയിരുന്നു. അത് സംശയമില്ല. അത് കുമാരനാശാനിന് ശേഷമുള്ള അല്ലെങ്കിൽ 1947 ശേഷമുള്ള അല്ലെങ്കിൽ ഐക്യ കേരളം രൂപപ്പെടുന്ന കാലഘട്ടം, R ശങ്കർ മുതൽ നമ്മൾ എടുത്താൽ അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ സമുദായ നേതാക്കന്മാർ, അത് ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് സമുദായ നേതാവല്ലേ. അദ്ദേഹം പാണക്കാട് തങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലിം പള്ളികളുടെ ഖാസിയാണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സമുദായ ആധ്യാത്മിക ആചാര്യനാണ് അവരുടെ. അപ്പോൾ സമുദായ നേതാക്കന്മാർക്ക് രാഷ്ട്രീയമുണ്ട്, അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്, രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാറുണ്ട്. എന്തിന് കേരളത്തിൽ നമുക്കറിയാം NDP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായി. അത് NSSൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ NSSൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുണ്ടായതാണ്. അതേപോലെ SNDPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് SRP ഉണ്ടായി. അതിനൊക്കെ MLA-മാരുണ്ടായി, മന്ത്രിമാരും ഉണ്ടായി. പക്ഷെ അതൊന്നും കേരളത്തിൽ ഏറെക്കാലം നീണ്ടു നിന്നില്ല, അല്ലെങ്കിൽ അതിന് വലിയ തോതിലുള്ള ഭാവി ഉണ്ടായില്ല. അപ്പോൾ കേരളത്തിലെ സമുദായ സംഘടനകൾ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത കാര്യം എന്താണ്? അവിടെയാണ് സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു ഒരു കാലഘട്ടം വരെ SNDPയുടെ നേതാക്കന്മാർ. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതൃത്വം കോൺഗ്രസിലായിരുന്നു, അണികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. അതൊരു സത്യമാണ്. ഈഴവ സമുദായം എന്നുള്ളത് അവര് ബൈ ആൻഡ് ലാർജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാരായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ എന്ന് പറയുന്നത് ഈഴവ ബെൽറ്റുകളായിരുന്നു, ഈഴവ സമുദായത്തിൻ്റെ ഇടങ്ങളായിരുന്നു. അതിലാർക്കും സംശയമില്ല. ഈഴവ വോട്ട്, അതിന് കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ശതമാനത്തിൽ വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കിട്ടാറുള്ളത്. പക്ഷേ നേതാക്കന്മാർ, ഈഴവ നേതാക്കന്മാർ, SNDP നേതാക്കന്മാർ കോൺഗ്രസ്സുകാർ, SNDPയുടെ അണികൾ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് NSSൽ ഉണ്ടാവാറില്ല, പക്ഷെ SNDPയിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മാറ്റം വന്നു നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വന്നപ്പോൾ എന്നുള്ളതാണ് സത്യം. അതാണ് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനോടുള്ള കെറിവിന് മറ്റൊരു കാരണം. കാരണം വെള്ളാപ്പള്ളി നടേശൻ അതുവരെ കോൺഗ്രസ്സുകാരായിരുന്ന രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളത് മാറിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് ഹൈന്ദവ താല്പര്യം പറയാൻ തുടങ്ങി, സമുദായ താല്പര്യം പറയാൻ തുടങ്ങി. അതിനു മുൻപുള്ള ആളുകൾ, R ശങ്കറിന് ശേഷമുള്ള
SNDP-യുടെ നേതാക്കന്മാർ രാഷ്ട്രീയ താല്പര്യം വെച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് തന്റെ സമുദായ താല്പര്യം പറയാൻ തുടങ്ങി. അതോടുകൂടി SNDP ഒരു വലിയ ചാലക ശക്തിയായി, രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ചാലക ശക്തിയായിട്ട് ഒക്കെ മാറുന്ന സ്ഥിതിയിലേക്ക്. അതുകൊണ്ടാണല്ലോ മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്കും വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ ചുമന്നുകൊണ്ട് നടക്കാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും വലിയ ആവേശം കാണിക്കുന്നതിന്റെ കാരണം എന്താണ്? SNDPക്ക് ഒരു തനതായ വ്യക്തിത്വം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വിജയിച്ചു എന്നുള്ളതാണ്. കുമാരനാശാനും ഒക്കെ ശേഷം ആ സ്ഥാനത്ത് വന്ന വെള്ളാപ്പള്ളി നടേശന് SNDPയുടെ ഒരു തനത് വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഒരു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള പോലെ SNDP ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലോ ചൂലോ ആവാൻ തയ്യാറല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതുവരെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ വേണ്ടി നിലകൊണ്ട ആ SNDP അണികളും അല്ലെങ്കിൽ പാർട്ടിയും ഒക്കെ വേറിട്ട ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അതിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ. ആലപ്പുഴയിലായാലും കൊല്ലത്തായാലും ആറ്റിങ്ങലായാലും അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ആ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വന്നത് ഈ നിലപാട് മാറ്റം കൊണ്ടാണ്. അപ്പോ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ SNDPയെ പടുത്തുയർത്തുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വിജയിച്ചു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും വാലോ ചൂലോ ആകാതെ, ഇടതിന്റെയോ വലതിന്റെയോ വാലോ ചൂലോ ആകാതെ തനത് വ്യക്തിത്വത്തിൽ SNDPയെ സ്ഥാപിക്കാൻ സാധിച്ചു, പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചരിത്രപരമായ നിയോഗം അത് നടപ്പാക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.